നിൻ്റെയൊക്കെ കുടുംബത്തിൽ കയറി പണിഞ്ഞില്ലെങ്കിൽ എൻ്റെ പേര് ഹവീൽദാർ പപ്പനല്ലടാ, എരപ്പാളെ. ശബ്ദം ഉണ്ടാക്കല്. ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കുകയാണ്. എന്ത് ഓപ്പറേഷൻ? ആൻഡ് സ്ക്വാഡ് ഓപ്പറേഷൻ. അപ്പയ്ക്ക് ഉറുമ്പിന് ഇഷ്ടല്ലേ? ഒട്ടും ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. അതെങ്ങനെ? അതെ, പണ്ട് ഞാൻ പട്ടാളത്തിലായിരുന്ന സമയത്ത് കുറച്ച് നുഴഞ്ഞു കയറ്റക്കാർ ഞങ്ങളുടെ അതിർത്തിയിൽ വരുന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞു. അപ്പം ഞാനും എൻ്റെ മേജറും കൂടെ പതുങ്ങി ഒരു സ്ഥലത്ത് പോയി ഒളിച്ചിരുന്നു. ഈ ഒളിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വിടുന്ന ശ്വാസം പോലും പതുക്കെ വിടാം. അതെന്താ? ഇങ്ങനെ നമ്മൾ ഉറച്ച് ശ്വാസം വിട്ടാലേ തീവ്രവാദികൾ കേൾക്കില്ലേ, അപ്പൊ നമ്മൾ അറ്റാക്ക് ചെയ്യില്ലേ. അങ്ങനെ പതുക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു പന്ന അഴുക്ക ഉറുമ്പ് എൻ്റെ കാലിൽ ഒന്ന് ഒരു കടി. ഞാൻ അയ്യോ എന്ന് വിളിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് തീ മഴയായിരുന്നു, തീ മഴ. അങ്ങോട്ട് തീവ്രവാദികൾ ഇങ്ങോട്ട് വെടിവെച്ച് കുറേ നേരം നമ്മൾ അങ്ങോട്ട് തിരിച്ചു. അവസാനം നമ്മൾ ജയിച്ചു. എന്നിട്ട് തല കീഴാറ്റി കെട്ടിത്തൂക്കി. തീവ്രവാദികള് അല്ല, മേജർ എന്നെ. അതെന്തിനാ? ഈ ഉറുമ്പ് വന്ന് എന്നെ കടിച്ചപ്പോൾ ഞാൻ അയ്യോ എന്ന് വിളിച്ചപ്പോഴല്ലേ തീവ്രവാദികൾ നമ്മളിവിടെ ഇരിക്കുകയാണെന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ടല്ലേ അവരെ അറ്റാക്ക് ചെയ്തത്. അതിന്റെ പണിഷ്മെന്റ് ആയിട്ട് ക്യാപ്റ്റന്റെ കാല് മുറിച്ചു. അന്ന് ഞാൻ ശബ്ദം എടുത്തതാണ്. ഈ നായിന്റെ മക്കളെ ഒരെണ്ണത്തിനെയും വെറുതെ വിടില്ല. ഇതിന്റെ കുടുംബത്തോടെ ഞാൻ അഴിക്കും. അവന്റെ ബേസ് ഗെയിം എവിടെ നിന്ന് കണ്ടുപിടിച്ചാലേ നമുക്ക് പൂർണ്ണമായിട്ട് അഴിക്കാൻ പറ്റുള്ളൂ. അഴിക്കണം. വാ ഒന്ന് നോക്ക്. അതിനെന്താ ഈ സാധനമൊക്കെ വെച്ച് നോക്കണേ? നിസ്സാരമായി ഉറുമ്പൊടി വാങ്ങിക്കാ, വിതറിയുടെ ഉറുമ്പ് ചത്തോളൂലേ. മണ്ടി ഞാൻ ഒരുപാട് പ്രാവശ്യം അതൊക്കെ ചെയ്തതാണ്. ഉറുമ്പൊടിയോ? ഇപ്പോഴത്തെ ഉറുമ്പ് പൊടി എന്ന് പറഞ്ഞാൽ ഉറുമ്പിന്റെ പ്രോട്ടീൻ പൗഡർ പോലെയാണ്. ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത് ഉറുമ്പ് പൊടിയൊക്കെ തിന്നിട്ട് മസിലും പെരിക്കലും എൻ്റെ മുന്നിൽ കൂടെ ഓരോരോ ഉറുമ്പുകൾ നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പം അകത്തൂടെ അതിൻ്റെ അകത്ത് കയറി കുടുംബത്തോടെ നാശമായിരുന്നു. ആരാണ് ഈ സമ്പത്ത്? പെങ്ങൾ. ഹലോ പെങ്ങളെ. എപ്പോ? ഇന്നാ? എന്തിന്? പെങ്ങളെ, അവളിവിടെ വന്നാ എന്താ നടക്കുമെന്ന് നിനക്ക് അറിയാലോ. എന്നിട്ട് എന്തിന് ഇങ്ങോട്ട് പറഞ്ഞയക്കണത്? ശരി. എന്തു പറ്റി പപ്പ? എന്റെ പെങ്ങളെ മോള് കുഞ്ഞി വരുന്നെന്ന്. ആണോ? വരട്ടെ, നല്ല രസമായിരിക്കും അല്ലേ? അപ്പൊ എന്തിങ്ങനെ ഇരിക്കണേ? ഒന്നുമില്ല, പോട്ടെ. അല്ല, ഉറുമ്പിനെ കൊല്ലല്ലേ? അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ പെറും പാവം, പഞ്ചപാവം. ജീവിച്ചു പോട്ടെ. ശത്രു ഫ്രഞ്ച് കിസ്സിന്റെ പേരിൽ കാമുകിയുടെ മാല തട്ടി കാമുകൻ. കിസ് തരാമെന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാൻ പറഞ്ഞ് നിർത്തിയ ശേഷം കാമുകിയുടെ മാല അടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. എത്ര ദാരിദ്ര്യം പിടിച്ച ചെക്കനൊക്കെ പ്രേമിച്ച് ഇവളെ കാണാൻ പറയാനായിട്ട്. കഷ്ടം. സിറ്റിയിൽ പ്രോഗ്രാം ഒന്നും ഇല്ലേ? ഇത്ര നാളെ ഒരു ബൈക്ക് തൂക്കിയിട്ട് അതെ. തൊഴിൽ പേജ് ഇങ്ങോട്ട് വരും. ഇല്ലല്ലോ, തൊഴിൽ പേജ് തരാനൊന്നും പറ്റില്ല, എനിക്ക് വായിക്കാണ്ട്. തനിക്ക് എന്തിനാണ് ഇത്ര ദേഷ്യം? ഞാൻ തൊഴിൽ പേജല്ലേ ചോദിച്ചോളൂ, എനിക്കൊരു ജോലി നോക്കാനാണ്. തൊഴിൽ പേജ് ഒന്നും തരാൻ പറ്റില്ല, വേണമെങ്കിൽ ഇങ്ങോട്ട് മാറി നിൽക്കാൻ തൊഴിൽ തരാം. ഭയങ്കരമായിട്ട് ചിരി വന്നു.
മാന്തിത്ത. ഇതിന്റെ ഒക്കെ കയ്യും കാലം പിടിക്കണമല്ലോ. അതേതന്നെ തരാൻ പറ്റോ ഇല്ലയോ? എനിക്ക് തരാൻ പറ്റില്ല, ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല. ഇത്ര നേരം കൂടെ നോയിക്കൊണ്ടിരിക്കണോ, തന്നൂടെ? വായിച്ചു കഴിഞ്ഞാലും എനിക്ക് തരാൻ മനസ്സില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ചിലപ്പോ ഞാൻ ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ കേട്ടറിഞ്ഞു. ചിലപ്പോ ഞാൻ അതിൽ കഞ്ഞി ഉണ്ടാക്കി കുടിച്ചോന്നും വെക്കിരിക്കും. എന്നാലും എനിക്ക് തരില്ല. ആ സ്വഭാവം വെച്ച് നോക്കാണ് ഇമാതിരി കച്ചറത്തരമൊക്കെ കാണിക്കും. ആ കാണിക്കും. എനിക്ക് തരാൻ ഉദ്ദേശമില്ല. നീ തരണ്ട, വാങ്ങിക്കാനും എനിക്കറിയാം. എന്തൊരു സുഖം കാറ്റും കൊണ്ട് ഇങ്ങനെ കിടക്കാൻ. മോളെ കൂടുതലാണ്. ഇവിടെ കമോൺ. നിനക്കെന്താ ചെവിയിട്ടൂടെ ഇവിടെ വരാൻ? ഇത് പിടിച്ചേ, പിടിക്കാൻ. ഞാനടി പെണ്ണ, നിനക്കെന്നെ സ്വഭാവം അറിയില്ല. ചവിട്ടരുത്, അതിനകത്ത് ബോംബുണ്ട്, പൊട്ടും. ചുമ്മാ. ശരിക്കും ആരടി? ഞാൻ കുഞ്ഞി, ഇവിടുത്തെ പത്മനാഭന്റെ ചേച്ചിയുടെ മോളാ. കമ്മിങ് ഫ്രം മുംബൈ. ഈ ബോംബെ തോന്നപ്പോ നീ ബോംബ് കൊണ്ടുവന്ന പൊട്ടിക്കാൻ. ഇതാര്? കുട്ടി മാമ. കുട്ടി മാമ. തലകറങ്ങും. അല്ല, മോൾ ഒറ്റക്കല്ലേ വരുന്നെന്ന് പറഞ്ഞു. ഇതൊക്കെ ആരാ? ഞാനാ പോപ്സ്. ആണോ? അയ്യോ, നിങ്ങളായിരുന്നാ? അല്ല, നിങ്ങൾ ഇത്ര പെട്ടെന്ന് കൂട്ടായ? ഇല്ലല്ലേ, ഞങ്ങള് കൂട്ടായിട്ടൊന്നുമില്ല. നമ്മളെ വന്ന് ഇറങ്ങി ഉടനെ ഞങ്ങളോട് പെട്ട് ചുമക്കാൻ പറയാ. പിന്നെ എന്റെ പട്ടി വരും പെട്ട് ചുമക്കാൻ. ഇനിയിപ്പോ പോപ്സിനെ അവിടെ ചുമന്നു. ഞാൻ എത്രയും വിട്ട് ചുമന്നിരിക്കുന്നു. പക്ഷെ അത് ബോംബുണ്ട്. ഞാൻ പറ്റിക്കാൻ പറഞ്ഞില്ല, അതിനകത്ത് ബോംബൊന്നുമില്ല. അയ്യേ, നിങ്ങള് മണ്ടികൾ ഇതൊക്കെ വിശ്വസിച്ച്. അയ്യേ, ദേ ഇത് കൊണ്ടുപോക്കോ, ഞാൻ അകത്തേക്ക് പോവാണേ. ഞാൻ അകത്ത് പോവാണേ. ബൈ. അതെ, പിള്ളേരുടെ സ്വഭാവമാണ്. നിങ്ങൾ പേടിച്ചു പോയാ? വെറുതെ അത് കുട്ടിതെല്ലാം പറഞ്ഞല്ലേ. നിങ്ങളെ പോലെയുള്ള ആൾക്കാർ അതൊക്കെ വിശ്വസിക്കാൻ കിടക്കണല്ല. ചുമന്നു. യഥാർത്ഥത്തിൽ ഇതിനകത്ത് ബോംബ് പോലത്തെ വല്ല സാധനം വച്ചിട്ടുണ്ടാ? ഈ കുരിപ്പിനെ വിശ്വസിക്കാനും പറ്റൂല. എന്തായിരുന്നാലും പതിയെ എടുക്കാം. ഹലോ അമ്മേ, ഞാനിവിടെ ലാൻഡ് ചെയ്തു കേട്ടോ. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. അതിന് ഇടയ്ക്ക് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. ശരി. ഹായ്, നിങ്ങൾ എവിടെ പോവാ? ഇവിടെ വന്നിരിക്കേ. എന്താ പിന്നെ നമുക്ക് പരിചയപ്പെടണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല, പുറത്തു വെച്ച് പരിചയപ്പെട്ടല്ലേ. ഓ, നിങ്ങൾ പിണക്കത്തിലാണോ? അത് ഞാൻ പുറത്ത് ചുമ്മാ തമാശ കാണിച്ചതല്ലേ. അതോർത്തിരിക്കണ്ട കേട്ടോ. എന്താ സുന്ദരിയുടെ പേര്? എന്താ സുന്ദരിയുടെ പേര്? ലച്ചു. നൈസ് നെയിം. ഇവിടെയോ എന്താ പേര്? ഞാനേ ആളിച്ചിട്ട് പെശക, അത് മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ നിനക്ക് കൊള്ളാം. ശംഭോ മഹാദേവ. എന്താ മോളെ ഇത്? മോളെ ഈ ബോംബെ എന്ന് കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ മുംബൈ. അവിടെ ലോകപ്രശസ്തമായ ധാരാവി എന്ന സ്ലം ഉണ്ട്. ധാരാവി എന്ന സ്ലം മൊത്തം ഒഴിപ്പിച്ചതാ ഈ കുഞ്ഞി. ആ കുഞ്ഞിനോടെ മുട്ടയെടുക്കല്ലേ. അതെന്താ നീ അവിടെ പോയിട്ട് ഒരു ദിവസം താമസിച്ചു കൊടുത്ത? അവിടെ ഉള്ളവരൊക്കെ ഒഴിഞ്ഞു പോകാനായിട്ട്. മോളെ, 6-ാം തമ്പുരാൻ സിനിമ ഞാൻ 6 വട്ടം കണ്ടതാ. മനസ്സിലായ? ഈ കൊച്ചി നഗരത്തില് യൂട്ടേൺ അടിച്ച് നടക്കുന്ന എൻ്റെ അടുത്താണോ നീ വേലത്തരം കൊണ്ടുവരുന്നത്? താരത്തിനൊത്ത് കളിച്ചില്ലെങ്കിൽ വന്ന പോലെ ആ പെട്ടിയിൽ കയറ്റി ഞാൻ അങ്ങോട്ട് കയറ്റി വിടും. മനസ്സിലായ? കാണാലോ. കാണാലോ. കാണാനേ. കുട്ടി മാമ, ഇങ്ങനെ വേഗം വാ. എന്തോന്ന് വേഗമാന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് വെയിറ്റെന്നറിയാമോ?
നിങ്ങൾ 2 ബാഗിന്റെ സാധനം 1 ബാഗ് കൊണ്ടുവന്നാ ഇതെങ്ങനെ തൂക്കിക്കൊണ്ടുവരണത്? അപ്പടി അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇത്രയും വലിയ ബാഗ് കൊണ്ടുവന്ന് നീ ഇപ്പോഴൊന്നും പോണില്ലേ? ഇല്ല, ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. പെട്ട് നല്ല പെട്ടി എന്ന് പറയായിരുന്നു, നല്ല വെയിറ്റും ഉണ്ട്. അതില്ല, ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? കാട്ടിത്തരാവേ. ഇത് കുട്ടിമാമന് വില കൂടിയ പെർഫ്യൂമാ. പെർഫ്യൂമാ? നീ കഴിക്കാൻ വല്ലതും കൊണ്ടുവരാത്തത്? കഴിക്കാനാ? ഇപ്പൊ തന്നെ വെള്ളം വെച്ചല്ലേ ഇനിയും കഴിച്ചിട്ട് വേണോ? അല്ല, ആ ഇത് ലച്ചുവന് ചോക്ലേറ്റാ. സ്വർഗത്തിൽ പോയ ഫീലാ. കഴിച്ചു വെക്കോ. താങ്ക് യു കുഞ്ഞി. ഞാൻ അടയ്ക്കട്ടെ. അതെ മോളെ, ആ പാപ്പുവിനും കൂടെ എന്തെങ്കിലും കൊടുക്കും. സൗകര്യമില്ല, ഇതിനകത്തെ ഒരുപാട് സാധനം ഉണ്ട്. പക്ഷെ ഇവക്ക് ഞാൻ ഒന്നും കൊടുക്കില്ല. ലച്ചു, ഞാൻ ലച്ചുവിന്റെ കൂടെ കിടന്നോട്ടെ എന്ന്. പിന്നെന്താ? ഓക്കെ വാ, എന്നാ റൂമിൽ പോവാം. കുട്ടിയമ്മ ബൈ. അയ്യോ, ബാഗ് എടുക്കട്ടെ ഞാൻ. അയ്യോ പാവം, പാപ്പുവിനൊന്നും കിട്ടിയില്ല അല്ലേ? അവളുടെ സ്വഭാവം എങ്ങനെയാണ്? അതെ, ചിലപ്പം കുറച്ച് കഴിയുമ്പം തരുമായിരിക്കും എന്തെങ്കിലും. അത് കുഴപ്പമൊന്നുമില്ല, എനിക്കൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുള്ളതാ. അല്ലെങ്കിൽ ഞാൻ ഇത് തരാമെന്നാണ് വിചാരിച്ചത്. ഇപ്പം പാപ്പുൻ്റെ ഒരുപാട് സാധനം ഉണ്ടല്ലോ, ഞാൻ ഇതിനെ കൊണ്ടുവന്ന് പാറുവിന് കൊടുക്കാം. പാറിന് പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ്. പോയിട്ട് വരാം. എന്നാലും അവൾ എനിക്കൊന്നും തന്നില്ലല്ലോ. ഒരുമാതിരി ഇൻസൾട്ടായിപ്പോയി. മിഠായി നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. നോ മെൻഷൻ. എത്ര ദിവസം ഇവിടെ ഉണ്ടാവും? അങ്ങനെയൊന്നുമില്ല, എനിക്ക് ബോറടിക്കുമ്പോൾ ഞാൻ തിരിച്ചു പോകും. അതാ ശീലം. കുഞ്ഞ് ശരിക്കും എന്താ ചെയ്യണേ? ഇങ്ങനെ കറങ്ങി അടിച്ചു കിടക്കുക. അപ്പൊ ചെലവൊക്കെയോ? സ്പോൺസേഴ്സ് നോക്കും. സ്പോൺസേഴ്സാ? അതാരാ? എൻ്റെ അച്ഛനും അമ്മയും. ഭാഗ്യവതി. ലച്ചുവിന് അച്ഛനും അമ്മയൊന്നും ഇല്ലേ? അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. പിന്നെ അവരങ്ങനെ എൻ്റെ ഫ്രീഡത്തിന് വിട്ട് നടക്കത്തൊന്നുമില്ല. പ്രത്യേക ടൈപ്പ് ആൾക്കാർ. ആണോ? ഒരു പണിയേ, ഒളിച്ചോട്. മുംബൈയിൽ വന്നാൽ രക്ഷപ്പെടാൻ പറ്റുമോ? മുംബൈയിൽ വന്ന് രക്ഷപ്പെട്ട ആകെ ഒരേ ഒരാളെ എനിക്കറിയുള്ളൂ, നമ്മുടെ ഷാരൂഖ് ഖാനാ. വേറെ ആരും രക്ഷപ്പെട്ടിട്ടില്ല. എനിക്ക് ഷാരൂഖ് ഖാൻ അറിയോ? അറിയോന്നോ? ഷാരൂഖും ഞാനും എല്ലാ ദിവസവും നടക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് ഓരോ കവർ പാല് വാങ്ങിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോകും. അതാ ഞങ്ങളുടെ പരിപാടി. ശരിക്കും? ആ, എത്ര കമ്പനിയാ? പിന്നല്ലാതെ. അതെ, ഞാൻ പോയൊന്ന് ഫ്രഷ് ആവട്ടെ, പിന്നെ വരാം. നിന്റെ മറ്റേ ലവളവിടെ പോയി? മറ്റേ ലവളവിടെ പോയി? ബാത്റൂം. പുതിയ കൂട്ട് കിട്ടിയെന്ന് വിചാരിച്ചിട്ടെ രണ്ടും കൂടി എൻ്റെ മെക്കട്ടേക്ക് കയറാൻ വന്നോണ്ടല്ലോ. ഒന്ന് ചൊറിയാണ്ട് പോയി തരൂ. അവള് കൊണ്ടുവന്ന മിഠായി ആയിരിക്കും. അതിൽ നിന്നൊരു കഷ്ണം തരൂ എന്നൊന്നും ഞാൻ ചോദിക്കില്ല. അതിനെ ഒരാളെ നോക്കണം. കുറച്ച് കഴിക്കോ എന്ന് ഞാനും പറയില്ല കേട്ടോ. നല്ല ടേസ്റ്റ്. എനിക്ക് സ്വർഗത്തിലെത്തിയ മോള്. അതെ, ഈ മുംബൈ ഒക്കെ പാപ്പ് കുറെ കണ്ടിട്ടുള്ളതാ, മനസ്സിലായ? അതിന് മുംബൈ ഒന്നല്ലേ ഉള്ളൂ. നിന്ന് ചീനെങ്കിൽ പോവാൻ നോക്ക്. കുട്ടിമാമ, ഓ, കുട്ടിമാമന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ എന്തായി? അതൊക്കെ കംപ്ലീറ്റ് ആയി മോളെ. എന്നിട്ട് ന്യൂസിലൊന്നും കണ്ടില്ലല്ലോ. അത് ഞാൻ ന്യൂസ് കൊടുത്തില്ലല്ലോ. ഞാൻ ന്യൂസിൽ കൊടുത്താലല്ലേ അവരറിയുള്ളൂ.
ഓ അങ്ങനെ. അതെ, കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൂടെ കൊടുത്തതിന് ശേഷമേ ഞാൻ ന്യൂസ് കൊടുക്കുള്ളൂ. അതൊക്കെ പുറത്ത് കഴിയുമ്പേ രോഗം കണ്ട് കുട്ടിമാനെ കണ്ട് ഞെട്ടും. പിന്നെ അല്ല, കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിട്ടാ. 2 എണ്ണം കൂടെ. 2 എണ്ണം കൂടെ. ഇതെന്താണിത്? തട്ടുകടയാ? എവള് പണ്ടേ അങ്ങനെ തന്നെ വീട്ടിലെ അടുക്കളയിൽ വന്ന് സ്ലാബിന്റെ പുറത്തിരുന്നേ കഴിക്കും. ലച്ചു കഴിച്ചോ? ഇല്ല, കഴിച്ചോളാം. ഞാനൊന്ന് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓ സൂപ്പർ ആയിരുന്നു, ശരിക്കും സ്വർഗം കാണാന്ന് മനസ്സിലായോ കഴിച്ചപ്പോ. ഓ എന്ത് ടേസ്റ്റ് ആയിരുന്നേ. എന്റെ ബാക്ക് ബോക്സിലില്ലേ ഇനി കൊറേ ഉണ്ട്, ചോദിച്ചാ മതി തരാട്ടോ. പാപ്പുന് ചപ്പാത്തി വേണോ? ഇവൾക്ക് എന്താ ജാടയാ? നമുക്ക് വേറെ ജാടയാട്ടോ. മക്കൾ കഴി. ഞാനും കഴിച്ചോളൂ. കുട്ടിമാണിക്ക് വേണോ? വേണം, മക്കൾ കഴി. വയറുക കഴിയും കേട്ടാ. കുച്ചിമാമയും കഴിച്ചോ? എങ്ങനെയുണ്ട്? ഇന്നെന്തോ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നീ എന്തോ ചെയ്യുന്ന കുഞ്ഞ്? ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിട്ടാ. അവളിന്നേ സാധനം എടുക്കാൻ വരും, അപ്പോ അതിന് വേണ്ടിട്ട് കെട്ടിവെക്കുന്നു. അല്ല, അവള് വരുന്ന കുഞ്ഞിക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് 6th സെൻസും ഉണ്ട്, ഫേസ് റീഡിങ്ങും അറിയാം. അപ്പൊ അവള് വരുന്ന എനിക്കറിയാം. അതെന്താണെന്നറിയോ? അത് ഞാൻ നാളെ പറഞ്ഞുതരാം. ഇപ്പൊ കയറി കിടക്കുക. ആ ലൈറ്റും കൂടെ ഓഫ് ചെയ്തേക്കേ. അത് പിന്നെ കഴിച്ച സ്വർഗം കാണുന്ന ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടി വന്നത്. നീ എനിക്ക് പെർഫ്യൂം മാത്രമല്ലേ തന്നോളൂ. അയ്യോ, അത് കഴിച്ച് സ്വർഗമൊന്നും കാണില്ല. ഞാൻ ആ പാപ്പുവിനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ആണോ? പിന്നല്ലാതെ. ഇപ്പൊ ഷോക്ക് അടിച്ചപ്പോ എന്തായാലും സ്വർഗം കണ്ടില്ലേ? എന്നിട്ട് പൊക്കോ. കണ്ട്. അയ്യോ, ഭാഗ്യം പോപ്സേടെ കയറിയത്. ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഇൻസൾട്ട് ആയാലേ, നല്ല പണിയും കിട്ടിയാലേ.